എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുരുമുളക് കൃഷി വളപ്രയോഗവും. കുരുമുളക് കൃഷിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കൃത്യസമയത്ത് വളമിടുക, കൃത്യസമയത്ത് കീടനാശിനികൾ നൽകുക, കൃത്യസമയത്ത് ഫംഗിസൈഡ്സ് നൽകുക. ഇതിൽ കീടനാശിനികളുടെയും ഫംഗിസൈഡ്സിൻ്റെയൊക്കെ ഉപയോഗത്തെ സംബന്ധിച്ചുള്ള ഒരു എപ്പിസോഡ് കുരുമുളക് കൃഷിയും മഴക്കാല സംരക്ഷണം എന്ന പേരിൽ മുമ്പ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം അറിയേണ്ടത് നമ്മുടെ മണ്ണിനെ അറിയുക എന്നുള്ളതാണ്. നമ്മുടെ മണ്ണിൻ്റെ അവസ്ഥ എന്താണ്. അതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ണ് പരിശോധന. നമ്മുടെ മണ്ണിൽ അത് ആസിഡിക് ആണോ ബേസിക് ആണോ എന്നറിഞ്ഞ് എന്തൊക്കെ വളം നമുക്ക് കുറവുണ്ട്, എന്തൊക്കെ വളം കൂടുതൽ ചേർക്കണമെന്നൊക്കെ അറിയുന്നതാണ് മണ്ണ് പരിശോധന. മണ്ണ് പരിശോധന നടത്തുമ്പോൾ നമ്മൾ അതിൻ്റെ പ്രത്യേകിച്ച് മെത്തേഡുണ്ട്. ആ മെത്തേഡ് അനുസരിച്ച് മണ്ണിൻ്റെ സാമ്പിൾ എടുത്ത് നല്ല ക്രെഡിബിലിറ്റി ഉള്ള സ്ഥാപനങ്ങളിൽ മണ്ണ് പരിശോധിച്ച് റിസൾട്ട് മേടിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മണ്ണ് പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് pH. pH എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഹൈഡ്രജൻ. ഒന്നുകൂടി ലളിതമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ pH എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാകുവാനായിട്ട് 0 മുതൽ 14 വരെ റീഡിംഗ് ഉള്ള ഒരു സ്കെയിലാണ്. അതിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ pH 7 ആണ്, അതായത് ന്യൂട്രൽ പൊസിഷനാണ്. ഈ 7ൽ നിന്ന് താഴേക്ക് വരും തോറും അത് അസിഡിക് ആവുന്നു, 7ൽ നിന്ന് മുകളിലേക്ക് പോകും തോറും ബേസിക് ആവുന്നു. നമ്മുടെ മണ്ണ് ന്യൂട്രൽ പൊസിഷനിലാണെങ്കിൽ, അതായത് ഒരു ചെടിക്ക് വളം വലിച്ചെടുക്കുവാനായി അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു pH ലെവൽ എന്ന് പറയുന്നത് 6.5നും 7.4നും ഇടയിൽ pH നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലെവലിൽ നിന്ന് മുകളിലേക്കോ താഴേക്കോ പോവുകയാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് സസ്യങ്ങൾക്കൊന്നും വളം വലിച്ചെടുക്കുവാനുള്ള ശേഷി വേരുകൾക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതുകൊണ്ട് pH ലെവൽ കൃത്യമായിട്ട് മണ്ണ് പരിശോധിച്ച് മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി നമ്മുടെ മണ്ണ് അസിഡിക് ആണെങ്കിൽ pH ലെവൽ 6ലും ഒക്കെ താഴെയായിരിക്കും. അപ്പോൾ നമ്മളത് ന്യൂട്രലൈസ് ചെയ്യുന്നത് കാൽസ്യം ഓക്സൈഡ് അല്ലെങ്കിൽ കുമ്മായം ഇട്ട്, അതായത് ഒരു ചെടിക്ക് ഒരു 200 ഗ്രാം മുതൽ വലിപ്പം അനുസരിച്ച് 1 കിലോ വരെയൊക്കെ കുമ്മായം നമ്മൾ എല്ലാ വർഷവും ചേർക്കുകയാണെങ്കിൽ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റും. ഇനി മണ്ണ് ബേസിക് ആണെങ്കിൽ അത് എലമെൻ്റൽ സൾഫറൊക്കെ ഉപയോഗിച്ച് ന്യൂട്രലൈസ് ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മൾ വെട്ടിയിടുന്ന ചവറുകളും ചപ്പുകളും ഒക്കെ മണ്ണിനെ സ്വാഭാവികമായിട്ട് ന്യൂട്രലൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ pHനെ സംബന്ധിച്ചുള്ള കാര്യം, പ്രധാനപ്പെട്ട പൊതുവായിട്ടുള്ള കാര്യം ഇത്രയൊക്കെയാണ്. മണ്ണിൽ കുമ്മായമൊക്കെ ചേർത്ത് pH ക്രമപ്പെടുത്തി ഏതാണ്ട് 15 ദിവസത്തിന് ശേഷം നമുക്ക് വളപ്രയോഗം ആരംഭിക്കാം. വളപ്രയോഗത്തെപ്പറ്റി പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള സംശയം ജൈവ കൃഷി ചെയ്യണോ, രാസകൃഷി ചെയ്യണോ, അല്ലെങ്കിൽ സമ്മിശ്ര കൃഷി ചെയ്യണോ എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ജൈവ കൃഷി എന്ന് പറയുന്നത് നമുക്ക് പ്രസംഗിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമെന്നല്ലാതെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം കൃഷി നമുക്ക് വിളവ് ലഭിക്കാനുള്ളതാണ്. നമ്മളുടെ ഇന്നത്തെ മണ്ണിൻ്റെ അവസ്ഥയ്ക്കൊക്കെ നമ്മൾ ആവശ്യമായിട്ടുള്ള രീതിയിൽ വളങ്ങൾ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ, ജൈവവളം മാത്രമല്ല ഇംഗ്ലീഷ് വളങ്ങളും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിച്ചില്ലെങ്കിൽ യാതൊരു കാരണവശാലും നമുക്ക് ഫലം കിട്ടത്തില്ല. ജൈവകൃഷി എന്നൊക്കെ ഫ്ലാറ്റുകളിലിരുന്നൊക്കെ ഓരോരുത്തർ പ്രസംഗിക്കാൻ കൊള്ളാമെന്നല്ലാതെ അതൊക്കെ ഒരു ഉട്ടോപ്യൻ സ്വപ്നമായിട്ട് അവശേഷിക്കുന്ന കാര്യമാണ്. ഇത് ഞാൻ പറയുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ മറ്റ് രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ ജൈവമായിട്ട് സംരക്ഷിക്കാൻ കഴിയുന്നോ ആ രീതിയിലൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നത് നല്ലതാണ്. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വളം എന്നൊക്കെ പറയുമ്പോൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അതുപോലെയുള്ള മറ്റ് പല ഘടകങ്ങളും നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ അത്യാവശ്യമാണ്. മണ്ണിലിത് കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും ബോറോണും സൾഫറും ഒക്കെ എൻ്റെ അറിവിൽ പീരിയോഡിക് ടേബിളിലുള്ള ഓരോ കെമിക്കലാണ്. അതായത് ഈ നൈട്രജനും ഫോസ്ഫറസും ഒന്നും ഒരിക്കലും ആർട്ടിഫിഷ്യൽ ആകുന്നില്ല, അത് നാച്ചുറലായിട്ടുള്ള കെമിക്കൽ തന്നെയാണ്. നമ്മളുടെ ശരീരത്തിലും അതുപോലെ മണ്ണിലും മറ്റ് സസ്യങ്ങളിലും പല രീതിയിൽ അന്തരീക്ഷത്തിലൊക്കെ അടങ്ങിയിരിക്കുന്ന ഒരു ഘടകമാണ് ഇവയൊക്കെ. അതുകൊണ്ട് ഈ ഇംഗ്ലീഷ് വളങ്ങളൊക്കെ പറയുന്ന ഈ കെമിക്കൽ എന്നെ സംബന്ധിച്ച് ജൈവമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അമിതമായാൽ അമൃതും വിഷമാണ്. നമ്മുടെ ചെടിയെ അറിഞ്ഞ് നമ്മുടെ മണ്ണിനെ അറിഞ്ഞ് കൃത്യമായ അളവിൽ പല തവണകളായിട്ട് നമുക്ക് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ യാതൊരു ദോഷവും മണ്ണിനോ ചെടിക്കോ നമ്മുടെ ആരോഗ്യത്തിനോ ഉണ്ടാകുകയില്ല. അപ്പോൾ ജൈവകൃഷി, രാസകൃഷി എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഇനി രാസവളങ്ങളെപ്പറ്റി പറയുമ്പോൾ
പലതരത്തിലുണ്ട്. ഒന്ന് സ്ട്രെയിറ്റ് ഫെർട്ടിലൈസേഴ്സ്, അതായത് നേർവളങ്ങൾ. അത് നൈട്രജൻ ബേസ്ഡ് ഉണ്ട്, ഫോസ്ഫറസ് ബേസ്ഡ് ഉണ്ട്, പൊട്ടാഷ് ബേസ്ഡ് ഉണ്ട്, പൊട്ടാസ്യം ബേസ്ഡ്. അതിൽ നൈട്രജൻ ബേസ്ഡ് ആണ് യൂറിയ എന്ന് പറയുന്നത്. ഫോസ്ഫറസ് ബേസ്ഡ് ആയിട്ടുള്ള നേർവളമാണ് സിംഗിൾ ഫോസ്ഫേറ്റും സൂപ്പർ ഫോസ്ഫേറ്റും. പൊട്ടാസ്യം ബേസ്ഡ് ആണ് മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറയുന്നത്. ഇനി ബീനറി ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. അതായത് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് DAP, മോണോ അമോണിയം ഫോസ്ഫേറ്റ് MAP എന്നിവയൊക്കെ ബീനറി രൂപത്തിലുള്ള രാസവളങ്ങളാണ്. മൂന്നാമത്തേതാണ് കോംപ്ലക്സ് വളങ്ങളും കോമ്പൗണ്ട് വളങ്ങളും. NPK ബേസ്ഡ് ആയിട്ടുള്ള കോംപ്ലക്സ് വളം, കോമ്പൗണ്ട് വളം. NPKയുടെ പല ഫോർമുലകൾ വെച്ചിട്ടുള്ള, ഉദാഹരണമായിട്ട് 18-18-18 അല്ലെങ്കിൽ 12-18-18 അങ്ങനെയുള്ള പലതരത്തിലുള്ള വളങ്ങൾ, കോംപ്ലക്സ് ഫെർട്ടിലൈസേഴ്സ്. ഇവയൊന്നും കൂടാതെ തന്നെ നാലാമത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, അതായത് ഫോളിയർ വളങ്ങൾ. ഇലകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങൾ. അതിൽ പ്രധാനപ്പെട്ട പാത്ര പോഷണ വളമാണ് NPK ബേസ്ഡ് ആയിട്ടുള്ള 19-19-19, അതുപോലെ തന്നെ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് ഒക്കെ ഇങ്ങനെയുള്ള ഫോളിയർ വളങ്ങളാണ്. അതുകൂടാതെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് അധിഷ്ഠിതമായിട്ടുള്ള ഫോളിയർ വളങ്ങളുണ്ട്. എല്ലാ മൈക്രോ ന്യൂട്രിയൻസും ഒക്കെയുള്ള അടങ്ങിയിട്ടുള്ള സ്പ്രേ ചെയ്യുന്ന വളങ്ങളുണ്ട്. ഇവയൊക്കെയാണ് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന വളങ്ങൾ. ഇനി വളപ്രയോഗത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ വളം ഉപയോഗിക്കുമ്പോൾ നല്ല വളങ്ങൾ തന്നെ ഉപയോഗിക്കുക. കുറച്ച് വില കൂടി അതിനെ അപേക്ഷിച്ചിട്ട് ഉപയോഗിക്കാതെ. ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഉപയോഗിക്കുന്ന NPK ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള 12-11-18 പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫോളിയർ ആയിട്ടുള്ള സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ NPK ബേസ്ഡ് ആയിട്ടുള്ള 12-11-18 അത് തന്നെ ഞാൻ വിദേശ കമ്പനികളുടെ യാര, ബ്ലൂക്കോൺ, എലിക്സർ എന്നീ കമ്പനികളുടെ വളങ്ങളാണ്. അവയ്ക്ക് ഇത്തിരി വില കൂടുതലാണ് മറ്റ് പുറമേയുള്ള വളങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ. പക്ഷേ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടുതലാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഈ വളം തന്നെ ഉപയോഗിക്കാം. ഇനി അല്ലാത്തവർക്ക് വെളിയിൽ നിന്ന് സാധാരണ വളങ്ങൾ മേടിച്ച് നമ്മൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. വളപ്രയോഗത്തെപ്പറ്റി പറയുന്നതിനൊക്കെ മുമ്പായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യം, വളപ്രയോഗത്തിന് ഒരു പ്രിൻസിപ്പിൾ ജർമ്മൻ ശാസ്ത്രജ്ഞനായിട്ടുള്ള ജസ്റ്റസ് വോൺ ലിബിക്ക് ഒരു അടിസ്ഥാന തത്വം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ലോ ഓഫ് ദി മിനിമം എന്നാണ് അത് പറയുന്നത്. അത് ഞാൻ ലളിതമായിട്ട് പറഞ്ഞു തരാം. നമ്മളുടെ ചെടികൾക്ക് നമുക്കറിയാം, സസ്യങ്ങൾക്ക് വളരാനായിട്ട് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്, മഗ്നീഷ്യം, സൾഫർ, കാൽസ്യം, അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് ആയ ബോറോൺ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിന അങ്ങനെയുള്ള കുറേ വസ്തുക്കൾ വേണമെന്ന് നമുക്കറിയാം, കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ വളങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നും കരുതുക. അപ്പോൾ ഈ നിയമം അനുസരിച്ച്, ലോ ഓഫ് ദി മിനിമം അനുസരിച്ച് പറയുന്നത്, നമ്മളുടെ ചെടിക്ക് ഈ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ 12 അല്ലെ 13 കോമ്പൗണ്ട്സിൽ ഏതെങ്കിലും ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരൊറ്റ എണ്ണത്തിൻ്റെ കുറവ് കൊണ്ട് മാത്രം ആ ചെടിക്കൊരു ഡെഫിഷ്യൻസി ഉണ്ടാവും. അതായത് ഈ വളങ്ങളൊക്കെ പരസ്പരം റിലേറ്റഡ് ആണ്. ഉദാഹരണമായിട്ട് നമ്മുടെ മണ്ണിൽ സൾഫർ ഇല്ലെങ്കിൽ NPK വളത്തെ ചെടിക്ക് അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ ഓരോ വളത്തിനും ഇപ്പം മഗ്നീഷ്യം ഓക്സൈഡാണ് പ്ലാന്റ് റെസ്പിറേഷനെയൊക്കെ ഇതാക്കുന്നത്. ഫോസ്ഫറസ് നന്നായിട്ടുണ്ടെങ്കിൽ പൂക്കാനും കായ്ക്കാനും ഒക്കെയുള്ള ടെൻഡൻസി ഉണ്ടാവുള്ളൂ. നൈട്രജൻ കൂടിക്കഴിഞ്ഞാൽ നൈട്രജൻ സ്ട്രെസ് കൊണ്ട് കായ പിടിക്കാതിരിക്കും. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല പുഷ്ടിയുള്ള ചില ചെടികൾ നമ്മൾ കാണാറുണ്ട്, നല്ല പച്ച നിറ ഇലകൾക്കുണ്ട്, പക്ഷേ ഒരു കാ പോലും പിടിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസീവായിട്ടുള്ള ചാണകം, നൈട്രജനൊക്കെ ഇട്ടിട്ട് നൈട്രജൻ സ്ട്രെസ്സ് വന്നിട്ടാണ് ആ ചെടി കായ പിടിക്കാത്തതുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ മനസ്സിൽ വെച്ച് വേണം ഏത് വളപ്രയോഗവും നടത്തേണ്ടത്. ഏതെങ്കിലും ഒരു ഘടകം ചെടിക്ക് കുറവ് വന്നു കഴിഞ്ഞാൽ ആ ഒരൊറ്റ കുറവ് കൊണ്ട് ചെടി അവിടെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകും. ഇപ്പോൾ എൻ്റെ അനുഭവത്തിലുള്ള വളപ്രയോഗം എങ്ങനെയാണെന്ന് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. വേനൽക്കാലത്ത് പൊതയിടുന്ന സമയത്ത് ചെടിയുടെ ചുവട്ടിലൊരു സ്വല്പം ചാരമിടും, അതുപോലെ തന്നെ പൊതയുടെ മുകളിലും കുറച്ച് ചാരമിടും. ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ചതലിൻ്റെ അഭാവം ഉണ്ടാവും, അതോടൊപ്പം തന്നെ മണ്ണിൻ്റെ ഗ്രാവൽ ഷേപ്പ്
മണ്ണിലെ ചെളിയൊക്കെ കുറച്ച്, അതായത് മഴക്കാലത്ത് ഒരുപാട് ചെളി നിറഞ്ഞ മണ്ണിൽ ഋതുവാട്ടം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണിൻ്റെ ഗ്രാവൽ ഷേപ്പ് നിലനിർത്തും. പിന്നീട് മെയ് മാസമൊക്കെ ആകുമ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ, 1-2 മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ്, അതായത് 32:54 എന്ന ഫോളിയർ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന ക്രമത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ കാലം പണ്ടൊക്കെ നമ്മൾ ജൂൺ മാസം 1-ാം തീയതി കാലം എടുത്ത് വെക്കുന്ന പെരുമഴയിലേക്കായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമല്ല, കൃത്യമായിട്ടുള്ള മഴയൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ചെടികളെയൊക്കെ സ്ട്രെസ്സ് കൊടുത്ത് നമ്മൾ ഫ്ലവർ ചെയ്യിപ്പിക്കുകയേ നിവൃത്തിയുള്ളൂ. അപ്പോൾ മെയ് മാസം ആരംഭത്തിൽ തന്നെ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരു 20 ദിവസത്തിന് ശേഷം വീണ്ടും അടുത്ത NPK അധിഷ്ഠിത 19-19-19 വീണ്ടും 5 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്ന ക്രമത്തിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇവ രണ്ടും ഒരു ബഡ് ബിൽഡിങ്ങിന് വളരെയധികം സഹായിക്കുന്ന ഫോളിയർ വളങ്ങളാണ്. ഇനി കൊടിയൊക്കെ തിരിയിട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്ടിൽ നമ്മൾ വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ്. ഞാൻ ചാണകപ്പൊടിയൊന്നും അധികം ഉപയോഗിക്കാറില്ല. ഞാൻ സാധാരണഗതി ജൈവമായിട്ട് ഉപയോഗിക്കുന്ന, ഇവിടെ ഇഷ്ടംപോലെ ശീമക്കൊന്നയുടെ ചപ്പുണ്ട്. അവയിൽ ഒരുപാട് വളങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശീമക്കൊന്നയുടെ ചപ്പ് നിമറ്റോഡ്സിനെയൊക്കെ തടയുന്നതിന് സഹായിക്കുന്ന ഒരു വളം കൂടിയാണ്. അതാണ് ഞാൻ ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ടുള്ള മഴയൊക്കെ നന്നായിട്ട് പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ NPK അധിഷ്ഠിത വളം 12-11-18, അത് യാര, ബ്ലൂകോണ്, എലിക്സർ എന്നീ കമ്പനികളിൽ ഇവയിൽ ഏതെങ്കിലും ഒന്നിൻ്റെ വളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ വർഷം എലിക്സറാണ് ഉപയോഗിച്ചത്. നല്ല റിസൾട്ടായിരുന്നു. നിങ്ങൾക്ക് ഇത്തിരി വില കൂടുതലാണ്, സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വളം ഏതാണ്ട് 50 ഗ്രാം ഒരു ചെടിക്ക്, വലിയൊരു ചെടിക്ക് എന്ന രീതിയിൽ ചുവട്ടിൽ നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നു. കൊടിയുടെ വലിപ്പത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വില കൂടുതലാണെങ്കിലും വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആർക്കെങ്കിലും ഒക്കെ ഇതൊരു ഓവർ എക്സ്പെൻസ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്ത്, സാധാരണ വളക്കടയിൽ കിട്ടുന്ന വളങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതിലും തെറ്റില്ല. ഈ വളപ്രയോഗത്തിന് ശേഷം ഏതാണ്ട് ഒരു 40 ദിവസം കഴിഞ്ഞ്, ജൂൺ ആദ്യവാരത്തിൽ നമ്മൾ ചെയ്തുവെന്ന് കരുതുകയാണെങ്കിൽ ജൂലൈ 20-ാം തീയതിയോടുകൂടി വീണ്ടും അടുത്ത ഒരു 50 ഗ്രാം NPK വളം 12-11-18 തന്നെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. ചുവട്ടിലിടുന്ന രണ്ടാമത്തെ വളമാണിത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം നമുക്ക് ഒരു ഫോളിയർ വളം ചെയ്യുക. അതായത് നമുക്ക് തിരിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട്, അത്യാവശ്യം നന്നായിട്ട് തിരിയൊക്കെ ഇട്ട് മണികളൊക്കെ അത്യാവശ്യം ഒരു ചെറിയ രീതിയിൽ വലിപ്പം വെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ഒരു 1/3 വലിപ്പമൊക്കെ മണികൾക്ക് വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മണികൾ ഈ പിന്നീടുള്ള ഈ ഇട്ടിട്ടുള്ള തിരികളിൽ പരമാവധി മണികൾ വലിപ്പം കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഫങ്ഷന്. അതിനായിട്ട് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിട്ടുള്ള ഫോളിയർ വളം 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നുള്ള ക്രമത്തിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. ഇതോടൊപ്പം കൂടി ഒരു 2 ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ വിപണിയിൽ പല കോമ്പിനേഷൻസ് ലഭിക്കുന്നുണ്ട്. ബോറോൺ, മഗ്നീഷ്യം, ബോറോൺ, മാംഗനീസ്, സിങ്ക്, കൊബാൾട്ട്, അയൺ, മോളിബ്ഡിന, അങ്ങനെയുള്ള എല്ലാം കൂടെ കൂടിയിട്ടുള്ള പല കോമ്പിനേഷൻസ് ലഭിക്കുന്നുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ മേടിച്ച് 2 ഗ്രാം അതും കൂടി കൂട്ടി 5 ഗ്രാം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്, 2 ഗ്രാം മൈക്രോ ന്യൂട്രിയൻസ്, ഇവ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ഫോളിയറായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഫോളിയർ വളങ്ങൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകിൽ അതിരാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, ഈ 2 നേരത്ത് ഫോളിയർ വളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരിക്കും നല്ലത്. ചെടിയുടെ ഇലകളുടെ സ്റ്റോമയൊക്കെ ഓപ്പൺ ആകുന്ന സമയത്ത് ചെയ്താൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യും. അതോടൊപ്പം തന്നെ ഫോളിയർ വളം മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളത് ശരിക്കും വായിച്ച് നോക്കണം. കടയിൽ ചെന്ന് കഴിയുമ്പോൾ അവർ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ തലയിൽ കെട്ടിയേൽപ്പിക്കും. ഈ വളം ഫോളിയർ ഗ്രേഡ് ആണോ എന്ന് നമ്മൾ കൃത്യമായിട്ടും ഉറപ്പ് വരുത്തണം. അങ്ങനെ SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷിനോടൊപ്പം മൈക്രോ ന്യൂട്രിയൻ്റ് കൂടി ആഡ് ചെയ്ത് ഒരു ഫോളിയർ വളം ഈ അവസരത്തിൽ നമുക്ക് നൽകാവുന്നതാണ്. അതിനുശേഷം ഏതാണ്ട് ഒരു തുലാമഴയൊക്കെ ആരംഭിക്കുമ്പോഴാണ് നമ്മൾ 3ാമത്തെ ചൂട്ടിൽ കൊടുക്കുന്ന NPK ഫെർട്ടിലൈസർ കൊടുക്കുന്നത്.
അപ്പോഴും ഏതാണ്ട് ഒരു 50 ഗ്രാം, വലിയ കോടിക്ക് 50 ഗ്രാം NPK ഫെർട്ടിലൈസർ നമുക്ക് ചുവട്ടിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേ അളവിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ചുവട്ടിൽ കൊടുക്കുന്ന അവസാനത്തെ വളപ്രയോഗമാണ്. ഏതാണ്ട് തിരികളെ വീണ്ടും മണികളൊക്കെ വലുതാക്കി കഴിയുമ്പോൾ, അതായത് ഒരു നവംബർ ആദ്യത്തോടു കൂടി മഴയൊക്കെ ഉണ്ട്, ചെടികളൊക്കെ നന്നായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത ഫോളിയർ വളം സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം, മൈക്രോ ന്യൂട്രിയൻ്റ് നേരത്തെ പറഞ്ഞ അതേ അളവിൽ തന്നെ ഒന്നുകൂടി സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മണികൾക്കൊക്കെ നന്നായിട്ട് വലിപ്പം വെക്കും. പിന്നീട് നമ്മൾ നോർമലി വളപ്രയോഗങ്ങളൊന്നും നടത്തേണ്ടതില്ല. പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് വളപ്രയോഗം നടത്താവുന്നതാണ്. അല്ലെങ്കിൽ വളപ്രയോഗം നടത്തേണ്ട ആവശ്യമില്ല. ഈ വർഷം കുറച്ചുകൂടി നല്ല മഴയൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ഒരു വളപ്രയോഗം കൂടി അഡീഷണലായിട്ട് നടത്തിയിരുന്നു. ഇതൊക്കെയാണ് വളപ്രയോഗത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഒരു കൊടി അത് ഈ വർഷം എക്സെപ്ഷണലായിട്ട് തിരിയിട്ടിട്ടുണ്ടെങ്കിൽ, അതായത് നമുക്കൊരു ആവറേജ് ഒരു കൊടിയെ പറ്റി ഒരു ധാരണ ഉണ്ടല്ലോ, എത്രമാത്രം തിരിയിടും, എത്രമാത്രം വിളവുണ്ടാവും എന്നുള്ളത്. ഏതെങ്കിലും ഒരു കൊടിക്ക് എക്സെപ്ഷണലായിട്ടുള്ള ഇങ്ങനെയുള്ള അധികമായിട്ടുള്ള വിളവുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കൊടിയെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കണം. അതായത് വളപ്രയോഗത്തിൽ ഒരുപാട് ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഈ കൊടുത്ത വളപ്രയോഗം മാത്രമല്ല, അതുകൂടാതെ തന്നെ കൂടുതൽ നന്നായിട്ട് വളപ്രയോഗം നടത്തണം. അതുപോലെ തന്നെ മുളക് മൂത്താൽ ഉടനെ തന്നെ അത് എല്ലാ തിരികളും പറിച്ച് മാറ്റണം. അതോടൊപ്പം ചുവട്ടിൽ നനവ് കൊടുക്കണം. സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം ഒരു തവണ ഓടി സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ പ്രത്യേക പരിഗണന കൊടുക്കുക എന്ന് പറയല്ലേ, നന്നായിട്ട് വിളവ് നൽകി ആ കൊടിക്ക് നല്ല പരിഗണന നമ്മൾ നൽകിയില്ലെങ്കിൽ ആ കൊടി അടുത്ത മഴക്കാലം ആകുമ്പോഴത്തേക്കും രോഗം വന്ന് നശിച്ചു പോകുവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരുമുളക് കൃഷിയും വളപ്രയോഗവും എന്ന വിഷയത്തെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുവാനായിട്ട് നിങ്ങളും ഒരു കാരണമാകുക. നിങ്ങളുടെ കൃഷിയിൽ നിങ്ങൾ ഇതുപോലെയുള്ള പ്രാക്ടീസസൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വിളവ് ലഭിക്കുകയും നല്ലൊരു കൃഷിക്കാരനായി മാറുവാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഓൾ.